നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടാണ് വരുന്നത്. നമ്മൾ KFC ചിക്കൻ എല്ലാവരും കഴിക്കുമല്ലോ. അപ്പൊ ഇന്ന് ഞാൻ KFCയുടെ സഹോദരനെയും കൊണ്ടാണ് വരുന്നത്. അപ്പൊ KFCയുടെ സഹോദരൻ ഒരു വലിയ സഹോദരൻ. അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതിന്റെ വീഡിയോയിലേക്ക് കടക്കാം. ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയണത്. ദാണ്ടെ ലെഗ് പീസ്, ഞാനിതൊരു 8 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ സുഗുണയിലൊക്കെ കിട്ടും ലെഗ് പീസ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ്, സുഗുണയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ 8 ലെഗ് പീസ് ഉണ്ട്. അപ്പോൾ അതേണ്ട ഇത് ഒരു എനിക്ക് തോന്നുന്നു ഒരു 10 അല്ലിയോളം ഉണ്ടെന്ന് തോന്നുന്നു. വെളുത്തുള്ളി ഉണ്ട്, പിന്നെ വേണ്ടേ കുറച്ച് 5-6 ഗ്രാമ്പു, 3-4 ഏലക്ക, ഒരു 10-15-20 കുരുമുളകുണ്ട്, പിന്നെ ഒരു 3 കറുവപ്പട്ടയുണ്ട്, പിന്നെ അതേ 1 സ്പൂൺ പെരുജീരകമുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാത്രം എടുക്കുക. ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് ഞാനിതെല്ലാം പിന്നെ വേണ്ട ബേ ലീഫേ, ഈ ലീഫ് അതും എടുത്തിട്ടുണ്ടേ. വഴുതനയില വയണയില ഉണങ്ങിയ തന്നെ സാധനം, നല്ല മണം കേട്ടോ. അപ്പം ഇതേണ്ട ഇതാണെങ്കിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഒരു ആൻറ്റി തന്നെ കേട്ടോ. ഞാൻ അതായത് എൻ്റെ മുൻ വീഡിയോയിൽ കണ്ടില്ലേ ചിക്കൻ ഉണ്ടാക്കാൻ പോയില്ലേ, അവിടെ ആണെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരുന്നേ. അപ്പോൾ ആൻറ്റി ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ലീഫ്. അപ്പോൾ അവിടുത്തെ ആൻറ്റി എനിക്ക് കുറച്ചെല്ലാം തന്നിരുന്നു. പക്ഷേ നല്ല മണമാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കിയതായതുകൊണ്ട് ഇതിനൊരു സൂപ്പർ മണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, വെള്ളം എടുത്ത് ഞാനിങ്ങനെ തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ ഞാനിതൊക്കെ എടുക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ വെള്ളം എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ വെള്ളം അങ്ങ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാമോ, ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് ഈ ചിക്കനെ അങ്ങ് നമുക്ക് വേവിച്ചെടുക്കണം. ആദ്യം നമ്മളതാ ചെയ്യാൻ പോണത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ സാധനങ്ങളെയൊക്കെ പിറക്കി നമുക്കിപ്പോൾ ഓൾറെഡി തിളച്ചുവല്ലോ, വെള്ളം തിളച്ചു. അപ്പോൾ ഞാൻ വേണ്ട പെരുംജീരകം ഇട്ടു, അതിലേക്ക് എടുത്തു വെച്ച ഏലക്ക, കുരുമുളക്, കറുവപ്പട്ട എല്ലാ സാധനങ്ങളും ഇട്ടു. പിന്നെ വേണ്ട വെളുത്തുള്ളി ഇട്ടു. പിന്നെ വേണ്ട ഞാൻ ആ ബേ ലീഫിനെ അങ്ങ് മുറിച്ച് അതിനകത്തേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ ഇപ്പോൾ അത് വെള്ളം തിളച്ചുവല്ലോ. അപ്പം ഞാൻ ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ച ചിക്കൻ പീസിനെ കൂടി അതിനകത്തേക്ക് ഞാനങ്ങ് ഇട്ട് ഈ ചിക്കൻ പീസിനെ നമുക്കങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചിക്കൻ പീസ് എല്ലാം ഞാൻ അതിനകത്തേക്ക് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ചിക്കൻ പീസ് എല്ലാം അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചുകൊണ്ട് വരാം. വേവുന്ന സമയം കൊണ്ട് ആ ചിക്കൻ ഞാനിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിരിക്കുകയാണ്. അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ എടുത്ത് വെക്കാം. അതിൻ്റെ ഒരു 2 സ്പൂൺ കോൺഫ്ലവർ, 2 സ്പൂൺ വെച്ചാൽ വലിയ സ്പൂണാണ്, കോൺഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 മുട്ട നന്നായിട്ട് പതച്ച് വെച്ചു. പിന്നെ 1 സ്പൂൺ കടലമാവ്, ഇത് ബ്രെഡ് പൊടിയാണേ. പിന്നെ ഇത് ഗരം മസാല, പിന്നെ ഇത് ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ദാണ്ട മൈദ വേറെയും ഞാൻ എടുത്ത് ഒരു പാത്രത്തിൽ വേറെയും കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമുള്ളതാണ്, അത് അവസാനം ആവശ്യമുള്ളതാണ്. ഈ മൈദയും ബ്രെഡ് പൊടിയൊക്കെ ലാസ്റ്റിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിനെ അങ്ങ് പുഴുങ്ങി, അതായത് നന്നായിട്ട് പുഴുങ്ങി എടുത്തിട്ട് വരാം. നന്നായിട്ട് കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ഉടയത്തക്ക രീതിയിൽ വേണം ഇതിനെ പുഴുങ്ങിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെൻ്റെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ഈ ചിക്കനെ ഈ വെള്ളത്തിൽ നിന്ന് ചിക്കനെ ഞാൻ മാറ്റി എടുക്കുക ചെയ്യുന്നത്, ആദ്യം ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് വെള്ളം തോത്തിയെടുക്കണം ചിക്കനിൽ നിന്ന്. നമുക്ക് ഈ ബേഫിലി അതൊന്നും വേണ്ട, നമുക്ക് ഈ ചിക്കൻ മാത്രം മതി. ഇതിനകത്തുനിന്ന് ഈ രീതിയിൽ ചിക്കൻ അങ്ങ് മാറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ വേണ്ട ഞാനിപ്പോൾ 2-3 എണ്ണത്തിൻ്റെ എടുത്തിട്ട് കേട്ടോ. കാരണം ഞാൻ മോളെ വിളിച്ചു, കാരണം എനിക്കിത് നിങ്ങളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾ വീഡിയോ എടുത്ത് തന്നെങ്കിലേ ക്യാമറ പിടിച്ചു തന്നാലേ പറ്റുള്ളായിരുന്നു. അപ്പോൾ ഞാൻ അതിന് എന്ത് ചെയ്തു, മോളെ വിളിച്ച സമയം കൊണ്ട് മോൾ ഇത്തിരി വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ആ സമയം കൊണ്ട് 1-2 എണ്ണം ഞാൻ ഇതിനകത്തേക്ക് എടുത്ത്. അതാണ് ഇങ്ങനെ എടുക്കണം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ കണ്ടോ ഇതിനെ ഇങ്ങനെ മാറ്റിയിട്ട് ഇതിൻ്റെ എന്താ പറയുക, ഇവിടെ ഒരാൾക്ക് ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ലെഗ് പീസിനോട്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, ഇപ്പോൾ ലെഗ് പീസ് ആയതുകൊണ്ട് അടുക്ക വന്നിരുന്നത് അടിച്ചു മാറ്റാൻ നോക്കുക. ഞാൻ വീഡിയോയ്ക്ക് വിളിച്ചത് ഇവിടെ അബദ്ധമായി പോയി എന്ന് തോന്നുന്നു. ഇപ്പോൾ ആ അവസ്ഥയിലിരിക്കാം ഞാൻ. അപ്പോൾ അതേണ്ട എന്നിട്ട് നമ്മൾ ഇതിനെ ഈ മാംസത്തിനെ എല്ലാം എടുത്ത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റണേ. എന്നിട്ട് നമുക്ക് ഇത് ആവശ്യമുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ അടിഭാഗത്ത് എല്ലാം ക്ലിയർ ആക്കി വെച്ചിട്ട് അതാണ്ട് ഈ സാധനം നമുക്ക് ആവശ്യമുണ്ട്. ഞാനതിങ്ങനെ എൻ്റെ പ്ലേറ്റിനകത്താക്കിയത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കളയരുത്, ഇത് നമുക്ക് ലാസ്റ്റിൽ വേണ്ട സാധനമാണ് ഇത്രയും. അപ്പോൾ ഇതിങ്ങനെ ആക്കി വെച്ചിട്ട് മാറ്റി വെക്കുക. ഇതിനി നമുക്ക് എന്താ ഉപയോഗം എന്നുള്ളത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനെ ഇങ്ങനെ സൂക്ഷിച്ച് മാറ്റി വെക്കുക. അപ്പോൾ വേണ്ട വീണ്ടും ഞാൻ അടുത്ത ലെഗ് പീസ് എടുത്തു. ഇത് വേഗം എടുത്തിട്ടില്ലെങ്കിൽ ലെഗ് പീസ് കാണാതായിപ്പോവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് വേഗം മാറ്റുവാണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എൻ്റെ ലെഗ് പീസൊക്കെ നഷ്ടപ്പെടും. കാരണം ഇവിടെ ഒരാൾക്ക് ലെഗ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവനാണ്. അപ്പോൾ ഇതാണ്ടേ ഞാനിതിങ്ങനെ എടുത്തിട്ട് മൊത്തത്തിൽ ഞാനിത് എടുത്തിട്ട് കൈ കൊണ്ട് ഞെവിടി വൃത്തിയാക്കി കാണിച്ചു തരാം.
അപ്പോൾ ദാണ്ടെ ഇത് മൊത്തം ഞാൻ എടുത്തിട്ടു. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് പറ്റിയില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചാലും മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ അതേണ്ട ലെഗ് പീസ് എല്ലാം കണ്ടല്ലോ. ദാണ്ട ഈ രീതിയിൽ ഞാൻ ലെഗ് പീസിനെ മാറ്റി വെച്ചിട്ടും ഉണ്ട്. എന്നിട്ട് അതിനകത്തെ മാംസമാണ് ഞാൻ ഇതിനകത്തേക്ക് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് ഞെവിടി ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഞെവിടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ടായാലും ഞാനിതിനെ നന്നായിട്ട് ഒന്ന് സെറ്റാക്കി കൊണ്ടുവരാം കേട്ടോ. ഞാൻ ഇത് താണ്ട ഞാൻ മിക്സിയിലിട്ടാണ് അടിച്ചത് കേട്ടോ. കാരണം അല്ലാതെ കൈകൊണ്ട് പറ്റുന്നില്ലാത്തതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഉരുളക്കിഴങ്ങ് എന്താ പറയുക ഭയങ്കര ചൂടായപ്പോൾ ഞാനത് പക്ഷേ ഉരുളക്കിഴങ്ങ് മിക്സിയിലിട്ട് അടിക്കണ്ട കേട്ടോ. അതൊരു ജസ്റ്റ് ഒരു ലിക്വിഡ് പോലെ ഒരു വെള്ളമയത്തിൻ്റെ അംശം വരും. നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങ് ഇവിടെ എടുത്താൽ മതി. അത് ഭയങ്കര ചൂടായപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂണ് കോൺഫ്ലോർ ചേർക്കുവാണേ. കോൺഫ്ലോർ അത് കഴിഞ്ഞിട്ട് 1 സ്പൂൺ കടലമാവ് എടുത്ത് വെച്ചിരുന്നത് ചേർത്തു. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗരം മസാലപ്പൊടിയും ചേർത്തു. അപ്പോൾ അത് ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തു. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നേ. അപ്പോൾ ഞാനിപ്പോൾ അതിലേക്കെല്ലാം ഉപ്പും ചേർത്തു. എന്നിട്ട് ഞാനിനി ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് ഞെവിടി നല്ല സെറ്റാക്കട്ടെ ആദ്യം. അപ്പോൾ അതും ഇതിനകത്തേക്ക് വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. അപ്പോൾ കടലമാവും കോൺഫ്ലോറും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാനിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തുവല്ലോ. എന്താ പറയുക ആ എല്ലിൻ കഷ്ണത്തിലേക്ക് ഞാനിത് സെറ്റ് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്തെടുത്തു. അല്ല ഈ രീതിയിൽ എല്ലാം ഇങ്ങനെ ഈ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ട് വരാം ആദ്യം. അപ്പോൾ ദാണ്ട് ഇതിങ്ങനെ ഈ രീതിയിൽ ഞാൻ ഓൾറെഡി ഒരു ലെഗ് പീസിൻ്റെ ഷേപ്പിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഇതിപ്പോൾ മൈദയാണേ. മൈദപ്പൊടിയിൽ ഞാൻ ഇങ്ങനെ മുക്കിയെടുത്തു. അപ്പോൾ മൈദയുടെ പൊടിയെല്ലാം ഓൾറെഡി എല്ലായിടവും മിക്സ് ആവണം. എന്നിട്ട് മൈദ ഇട്ടല്ലോ. എന്നിട്ട് ഞാൻ ഇതിനെ എടുത്ത് മുട്ടയിലൊന്ന് മുക്കി. അപ്പോൾ എല്ലാ ഭാഗവും മുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഒരു പരന്ന പാത്രം ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ. എന്നിട്ട് ഞാനിത് ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഞാൻ ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൽ മുക്കിയെടുത്തു. അങ്ങനെ ഞാൻ ഇതിനെ ഞാൻ ഇങ്ങനെ എടുത്ത് മാറ്റി വെച്ചു. അങ്ങനെ 1 by 1 ആയിട്ട് എല്ലാത്തിനും ഞാൻ ചെയ്യുകയാണ്. ആദ്യം മൈദയുടെ പൊടിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാൻ മുട്ടയിലോട്ട് മുക്കി ഞാൻ ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കിയെടുത്തു. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ 1 by 1 ആയിട്ട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് വരാം. അപ്പോഴേക്ക് ഇത് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസ് കത്തിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിനെ 1 by 1 ആയിട്ട് അതിലേക്ക് പറക്കിയിടാം. ആ സമയം മൊത്തം ഞാൻ ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് എണ്ണ തിളച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇതിനെ എടുത്ത് 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് ഞാനങ്ങ് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം അത് 3 എണ്ണം നമുക്ക് റെഡി ആവട്ടെ. അപ്പോൾ എൻ്റെ ഇത് ഓൾറെഡി ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കോരി എടുക്കട്ടെ. അപ്പോൾ അടുത്തത് ഇട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും ഞാനിങ്ങനെ കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് പൊട്ടി കേട്ടോ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് കണ്ടോ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. കണ്ടോ ഇതുണ്ടോ, എനിക്ക് ചെറുതായിട്ടൊന്ന് ഇളകി. അതിന് അനുസരണം ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. സാരമില്ല. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കിട്ടിയേ. ഏതെങ്കിലും ഒന്ന് വേണ്ടേ. എല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി നിങ്ങളെല്ലാവരെയും കാണിച്ചു തരാം. അപ്പോൾ അതും കൂടി ഞാനിങ്ങനെ എടുക്കട്ടെ. എൻ്റെ KFCയുടെ സഹോദരനെ നിങ്ങളൊക്കെ കണ്ടുവല്ലോ. ഇത് KFC അല്ല, KFCയുടെ സഹോദരനാണേ. അപ്പം ഇനി ഇത് ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക്, അപ്പോൾ ഇത് ഇച്ചിരി ഇരുന്ന എണ്ണ ഒന്ന് തോരട്ടെ. അപ്പോൾ എന്നിട്ട് ഞാനിത് മറ്റൊരു പാത്രത്തിലാക്കി കാണിച്ചു തരാം. KFCയുടെ സഹോദരൻ, KFC എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി ഒരു സഹോദരനാണ് ഇത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അടിപൊളിയാണെന്നുള്ളത്. പക്ഷെ കഴിച്ചില്ല കേട്ടോ. സാധാരണ അതിന് മുമ്പ് ഒന്ന് കഴിച്ചു നോക്കുന്നത്. പക്ഷെ ഇത് കഴിച്ച് നോക്കിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാലും കാണുമ്പോൾ അറിയാം സൂപ്പറാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീണ്ടും ഞാൻ അടുത്ത ഒരു വീഡിയോയിലേക്ക് വരുന്നവരെയൊക്കെ എല്ലാവരോടും ടാറ്റ.